ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. AR360യിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ പേര് ഐശ്വര്യ. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് സൗത്ത് ആഫ്രിക്കയിലെ ഒരു സ്കൂൾ എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് പ്രീ സ്കൂളാണ്. മെയിനായിട്ട് ഇത് കാണിക്കാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു വിസ എങ്ങനെ ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ചെയ്തായിരുന്നു. ഇവിടെ സൗത്ത് ആഫ്രിക്കയിൽ 6 മാസം കൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ വിസ കിട്ടും എന്നുള്ളൊരു വീഡിയോ ചെയ്തായിരുന്നു. അപ്പോൾ ആ വീഡിയോ ചെയ്തപ്പോൾ കുറേ പേര് എന്നോട് ചോദിച്ചു, ഇവിടെ സ്കൂളൊക്കെ എങ്ങനെയാണ്, സ്കൂളിംഗ് എങ്ങനെയാണ്, കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ളവർക്ക് സ്കൂളിലൊക്കെ ഇവിടെ വിടാൻ പറ്റുമോ? അപ്പോൾ ഇപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്ന ഈ സ്കൂളിൽ 6 മാസം തൊട്ടുള്ള കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റും. 6 വയസ്സ് വരെയാണ് പഠിപ്പിക്കുക. ഇതൊരു പ്രീ സ്കൂളാണ്. പ്രീ സ്കൂൾ കഴിഞ്ഞാൽ പിന്നെ വേറെ വലിയ സ്കൂളിലേക്കാണ് പോവുക. അപ്പോൾ ഇവിടുത്തെ എഡ്യൂക്കേഷണൽ സിസ്റ്റവും ഇവിടുത്തെ സ്കൂളുകളൊക്കെയാണ് നമ്മൾ ഇതിൽ കാണിക്കാൻ പോകണേ കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും അവസാനം വരെ കാണുക. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇങ്ങനത്തെ കാഴ്ചകൾ, സൗത്ത് ആഫ്രിക്കയിലെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ കൂടെ കാണുന്ന ബെല്ലൈക്കൺ അമർത്താനും ആരും മറക്കരുതിട്ട്. നമുക്കധികം സബ്സ്ക്രൈബേഴ്സ് ഒന്നും ആയിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ നല്ല നല്ല കാഴ്ചകൾ നമുക്ക് ഇവിടുന്ന് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ എല്ലാവരും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് പോയിട്ട് കാണാം ഉള്ളിലത്തെ കാഴ്ച. ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് ഐശ്വര്യ. AR360 ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ട്രാവൽ, ഫുഡ്, ഫൺ, അതാണ് ഈ ചാനലിൻ്റെ ലക്ഷ്യം. ഇപ്പോൾ നമ്മളുള്ളത് സൗത്ത് ആഫ്രിക്കയിലാണ്. ഇവിടുത്തെ മനോഹരമായ കാഴ്ചകൾ നിങ്ങളിലേക്ക് കൊണ്ടുവരാനാണ് നമ്മുടെ ഈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. സൗത്ത് ആഫ്രിക്കയിലുള്ള ഒരു പ്രീ സ്കൂളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അതായത് ഒരു 3 വയസ്സ് തൊട്ട് 6 വയസ്സ് വരെയുള്ള പിള്ളേർ പഠിക്കുന്ന സ്കൂള്. അപ്പോൾ ഇതാണ് എൻ്റെ ടീച്ചർ. അപ്പോൾ ടീച്ചറിനോട് നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം, ഇവിടുത്തെ എഡ്യൂക്കേഷണൽ സിസ്റ്റം എങ്ങനെയാണ്. So you are grade R. Grade R means from 6 years, 5 to 6 years kids. So when is the school start here? From which month? We start in January and close in December. So which all age group kids study here? We have from the baby starts at 3 months and we finish at 6 years. And so babies means we can put from 6 months babies. From 6 months. So they will take care of eating, feeding, changing everything. Okay. And they have sleep time here, right? Yes, they do. So you provide the lunch for the kids here. We provide the breakfast, the snacks and the lunch. So and then when you take grade R means what all things you will be teaching them basically? It's literacy, numeracy and life skills. Life skills covers everything that they need to know for future in grade 1 and just help them along. Okay. And numeracy we cover what needs to be done. So it's like your counting, your addition, subtraction, measurements, okay. So now we have this pandemic here, right? So how do you feel whether the kids are able to cope up wearing mask and they are coping, even babies. The 2 to 3 year class stay with the mask on the whole day. What was your name? Femida. So thank you, Femida teacher. Thanks. ഈ ഒരു സ്കൂളിൻ്റെ പേര് സ്മൈലി കിഡ്സ് എന്നാണ്. സൗത്ത് ആഫ്രിക്കയിലെ ഹോട്ടങ് പ്രൊവിൻസിലുള്ള മോർണിംഗ് സൈഡ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് ഈ ഒരു സ്കൂളുള്ളത്. ഇതൊരു പ്രീ സ്കൂളാണ്. പ്രീ സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞു കുട്ടികളെ, ഒരു 6 വയസ്സുള്ള കുട്ടികളെ വരെയുള്ളവരെ പഠിപ്പിക്കുന്നത് ഇങ്ങനത്തെയുള്ള സ്കൂളുകളിലാണ്. അപ്പോൾ നമുക്കിവിടെ 6 മാസം പ്രായമുള്ള വാവകളെ തൊട്ട് ഇവരിവിടെ നോക്കും. നമുക്കൊരു 6 വയസ്സ് വരെ നമുക്കിവിടെ പഠിപ്പിക്കാൻ പറ്റും. ഇവർക്ക് ഇവരുടേതായ സ്കൂൾ ക്ലാസ്സസ് ഉണ്ട്, പ്ലേ ഏരിയാസ് ഉണ്ട്. ഇതാണ് ആ ഒരു സ്കൂളിൻ്റെ ഒരു ബിൽഡിംഗ്. അതൊരു ചെറിയ സ്കൂളാണ്. ഇങ്ങനത്തെ കുറേ ചെറിയ സ്കൂളുകളുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു 1-ാം ക്ലാസ് ആവണ വരെ ഉള്ള കുട്ടികളെ പഠിപ്പിക്കുന്നത് ഇങ്ങനത്തെ സ്കൂളിൽ, അതായത് നമ്മുടെ നാട്ടിൽ ഒരു UKG, LKG
ഒക്കെ ഉള്ള വരെയുള്ള കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു സ്കൂളാണിത്. അപ്പോൾ ഇപ്പോൾ അവരുടെ അവിടെ ക്രിസ്മസ് സെലിബ്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ദിവസം ഇവർ ക്രിസ്മസ് ഡെക്കറേഷൻസ് ഒക്കെ ഇട്ട് വെച്ചതാണ് ഈ കാണുന്നത്, കുട്ടികൾ ക്രിസ്മസിന് വേണ്ടി ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ. അപ്പോൾ സൗത്ത് ആഫ്രിക്കയിൽ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളത് ഗ്രേഡിംഗ് സിസ്റ്റമാണ്. ഗ്രേഡിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രേഡ് 0.00 തൊട്ട് ഗ്രേഡ് 6 വരെയുള്ള കുട്ടികളാണ് ഈ സ്കൂളിൽ പഠിക്കുക. ഈ സ്കൂളിൽ പഠിപ്പിക്കാനായിട്ട് എത്ര പൈസയാവും എന്നുള്ള കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റായിട്ട് കാണിക്കാം കേട്ടോ. ആദ്യം ഈ സ്കൂളിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞതിന് ശേഷം ഞാൻ പ്രൈസ് പറയാം കേട്ടോ. ഇവിടുത്തെ ഒരു ക്ലാസ് റൂമാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഇവിടെ ജനറലായിട്ട് ക്ലാസ് തുടങ്ങുക ജനുവരി തൊട്ട് ഡിസംബർ വരെയാണ്. അപ്പോൾ അഡ്മിഷൻസ് എല്ലാം നടക്കുന്നത് ഡിസംബർ അവസാനത്തോടു കൂടിയാണ് അഡ്മിഷൻസ് ഒക്കെ നടക്കുക. പിന്നെ ഇവിടുത്തെ ഒരു ക്ലാസ് റൂം ഇതാ ഇങ്ങനെ ഉള്ള ഡെസ്കും ചെയറും ഒക്കെ ആയിരിക്കും പ്ലാസ്റ്റിക്കിൻ്റെ. ഇപ്പോൾ ടുട്ടുവിൻ്റെ ക്ലാസ് റൂം കാണിക്കാനായിട്ട് കൊണ്ടുപോകാട്ടോ നമ്മളെ. അപ്പോൾ ഇതാണ് അവളുടെ ക്ലാസ് റൂം. ഇതെങ്ങനെ ഇരിക്കുക സെപ്പറേറ്റ് ആയിട്ട്. ഇപ്പോൾ ഇവർ ഇത്തിരി അകത്തിയിട്ടിട്ടുണ്ട്, കോവിഡ് ആയ കാരണം ഇത്രയും ഡിസ്റ്റൻസിൽ കുട്ടികൾ ഇരിക്കാനായിട്ട്. ഇവിടെ 3 തരത്തിലുള്ള സ്കൂളുകളാണുള്ളത്. ഫുള്ളി ഗവൺമെൻറ് ആയിട്ടുള്ള സ്കൂള്, പിന്നെ സെമി എയ്ഡഡ് ആയിട്ടുള്ള ഗവൺമെൻറ് എയ്ഡുള്ള സ്കൂള്, പിന്നെ ഫുള്ളി പ്രൈവറ്റ് ആയിട്ടുള്ള സ്കൂള്. പ്രൈവറ്റ് ആയിട്ടുള്ള സ്കൂളുകൾക്കാണ് ഏറ്റവും കൂടുതൽ പൈസ കൊടുക്കേണ്ടത്. സെമി എയ്ഡഡ് അതിനേക്കാൾ കുറച്ച് കുറവ്. ഗവൺമെൻറ് ആണെന്ന് വെച്ചാൽ ഫ്രീ ആയിട്ട് പഠിക്കാം, പക്ഷേ നമ്മൾ സ്കൂളിലേക്കുള്ള സ്റ്റേഷനറീസ് നമ്മൾ മേടിച്ചു കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ പഠിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീ പ്രൈമറിക്ക് നമ്മൾക്ക് വിസേൻ്റെ ആവശ്യമില്ല. നമ്മളിപ്പോൾ ഏത് വിസയിലാണ് കുട്ടീനെ കൊണ്ടുവന്നതെന്ന് വെച്ചാൽ അതിൽ വെച്ചിട്ട് നമുക്ക് പഠിപ്പിക്കാൻ പറ്റും പ്രീ പ്രൈമറിക്ക്. പക്ഷേ പ്രൈമറി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് സ്റ്റഡി വിസ അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു പെർമനൻറ്റ് റെസിഡൻറ്റ് അങ്ങനത്തെ ഒരു വിസ ഉണ്ടായാൽ മാത്രമേ ഇവിടെ പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാ കൊല്ലവും നമ്മൾ ഈ കുട്ടികൾക്ക് വേണ്ട സാധനങ്ങളെല്ലാം സ്റ്റേഷനറീസ് ഇവർക്ക് വാങ്ങിച്ച് സ്കൂളിന് കൊടുക്കണം. എല്ലാ അക്കാഡമിക് ഇയറും അക്കാഡമിക് ഇയർ ഞാൻ പറഞ്ഞ പോലെ ജാനുവരി ടു ഡിസംബർ വരെയാണ് സമയം. പ്രീ പ്രൈമറിക്ക് അതിരാവിലെ ഒരു 8 മണിക്കാണ് ക്ലാസ് തുടങ്ങുക. 8 മണി തൊട്ട് ഒരു വൈകുന്നേരം 4:30-5 മണി വരെ നമുക്ക് സ്കൂളിൽ വിടാൻ പറ്റും. പ്രീ പ്രൈമറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് വേണമെങ്കിൽ ഉച്ചയ്ക്ക് വേണമെങ്കിൽ കൊണ്ടുവരാൻ പറ്റും. ഇത് ക്ലാസ്സും പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ക്രഷ് ടൈമും കൂടിയിട്ട് അവർ അക്കോമഡേറ്റ് ചെയ്യും. അതിനേക്കാളും പ്രൈമറി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉച്ച വരെയുള്ള ക്ലാസ് അത് സെയിം തന്നെയാണ് ഹൈസ്കൂളുകാർക്കും, പക്ഷേ കറക്റ്റായിട്ട് അതിൻ്റെ സമയങ്ങൾ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ ഉച്ചതിരിഞ്ഞ് നമ്മൾക്ക് പ്രൈമറി ആയി കഴിഞ്ഞതിന് ശേഷം അവിടെ തന്നെ വിടണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേറെ ഏതെങ്കിലും ഒരു ക്രഷിലോ അല്ലെങ്കിൽ അവിടെ തന്നെ വേറെ അഡീഷണൽ ഫീസ് കൊടുക്കേണ്ടി വരും നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ളത്. പ്രീ പ്രൈമറി സ്കൂളിലുള്ള കുട്ടികൾക്ക് ഉറങ്ങാനുള്ള ബെഡാട്ടോ കണ്ടത്. പിന്നെ ഇത് ബാത്റൂംസ് ആണ്, കുട്ടികൾക്ക് വേണ്ടി സെപ്പറേറ്റ് ആയിട്ടുള്ള കുഞ്ഞ് ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഉണ്ട്. അത് നല്ല ഫെസിലിറ്റി തന്നെയാണ്. പിന്നെ ഉച്ചരിഞ്ഞ് അവർക്ക് ഉറങ്ങാനുള്ള ബെഡും ഉണ്ട്. അപ്പോൾ 1 മണിക്കൂറോളം അവർ കിടന്ന് ഉറങ്ങും. പിന്നെ ഇവർ ഈ ഫീസിനോടൊപ്പം തന്നെ പ്രീ പ്രൈമറിക്കാർ കുട്ടികൾക്ക് ഫുഡ് കൊടുക്കും. കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, സ്നാക്ക് അങ്ങനത്തെ എല്ലാം കൊടുക്കും കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു നല്ല നല്ല ഫെസിലിറ്റീസ് ഇവിടെ ഉണ്ട് പ്രീ പ്രൈമറിക്കാർക്ക്. പ്രൈമറി ആകുമ്പോൾ നമ്മൾ തന്നെ ഫുഡ് കൊടുത്ത് വിടണം. ഇതേ ഇവിടുത്തെ ഒരു പ്രൈമറി സ്കൂളാണ്, ഗ്രേസ്റ്റൺ പ്രൈമറി സ്കൂളാണിത്.
നമ്മൾ അവിടെ ആരും പഠിക്കാത്തതുകൊണ്ട് നമുക്ക് അവിടേക്ക് ഒരു എൻട്രൻസ് ഇല്ല, അതുകൊണ്ടാണ് അത് ഫുള്ളായിട്ട് കാണിക്കാൻ പറ്റാത്തത്. പക്ഷേ പുറമേ തന്നെ നോക്കി കഴിഞ്ഞാൽ വലിയ സ്കൂളാണ്, പുറമേ കുറേ ഗ്രൗണ്ടൊക്കെ ഉണ്ട്, നല്ല ഫെസിലിറ്റീസ് ഉള്ള സ്കൂളാണ്. ഇതൊരു പ്രൈവറ്റ് സ്കൂളാണ്, അപ്പോൾ ഇതിന് അതിൻ്റേതായ ഫീസ് ഉണ്ട്. അപ്പോൾ എല്ലാ ഫീസ് ഡീറ്റെയിൽസും ഞാൻ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട്. അല്ല അറിയേണ്ടവർക്ക് അതിൽ നോക്കിയാൽ മനസ്സിലാവും എത്ര ഒരു പൈസ വരും എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ പ്രീ പ്രൈമറിയുടെ ഫീസ് എന്ന് പറഞ്ഞാൽ ഒരു 7,500 രൂപ മുതൽ 30,000 രൂപ മാസം വരുന്ന സ്കൂൾസ് ഉണ്ട് ഇവിടെ. പ്രൈമറി ആകുമ്പോൾ ഗവൺമെൻറ് സെമി എയ്ഡഡ് സ്കൂൾസും ഉണ്ട്, അതിൻ്റെ ഫീസാണ് ആ കൊടുത്തത് കേട്ടോ. ഒരു 7,000 രൂപ തൊട്ട് 50,000 രൂപ വരെയാണ് ഇതിൻ്റെ ഒരു റേഞ്ച് പ്രൈസ്. പല സ്കൂളുകൾക്ക് പല പ്രൈസാണ്. അപ്പോൾ ഓരോ പ്രൈവറ്റിനാണ് ഏറ്റവും കൂടുതൽ പൈസ വേണ്ടത്. അപ്പോൾ ഇവിടുത്തെ ഒരു സ്കൂൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇവിടുത്തെ സ്കൂൾ സിസ്റ്റംസൊക്കെ ഇങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല. നല്ല സേഫ് ആയിട്ടുള്ള നല്ല ഒരു എഡ്യൂക്കേഷണൽ സിസ്റ്റം സൗത്ത് ആഫ്രിക്കയിലുണ്ട്. ഇവിടുത്തെ സ്കൂളുകാരും ടീച്ചേഴ്സും ഒക്കെ നന്നായിട്ട് തന്നെയാണ് കുട്ടികളെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര പ്രഷർ കൊടുത്തിട്ടല്ല, എന്നെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നന്നായിട്ട് ഉള്ള ഒരു സ്കൂളിംഗ് സിസ്റ്റമാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഒരു സൗത്ത് ആഫ്രിക്കയിലെ ഒരു സ്കൂളിലെ വിശേഷങ്ങൾ. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യങ്ങൾ കൂടുതൽ അറിയണമെന്ന് ആഗ്രഹം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് കമൻറ്റ്സ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഉണ്ട്, അതിൽ മെസ്സേജ് ചെയ്യാം, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നമ്മളെ മെസ്സേജ് ചെയ്യാം. അപ്പോൾ ഞാൻ അതിനൊക്കെ റെസ്പോൺസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ഇത് ഐശ്വര്യരാം. ടാറ്റ ബൈ ഫ്രം AR 360. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ട് സേഫായിട്ട് മാസ്ക് ഒക്കെ ഇട്ടിട്ട് സുഖമായിട്ട് ഇരിക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ ബൈ ബൈ.